ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് രണ്ട് നിർണായക നീക്കമുണ്ടായിരിക്കുകയാണ്. അതിൽ ആദ്യത്തേത് സ്വർണ്ണക്കൊള്ളയിൽ ED കേസ് രജിസ്റ്റർ ചെയ്തു എന്നതാണ്. രണ്ടാമത്തേതാണ് അതിപ്രധാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തന്ത്രി ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുവെന്നും പാളികൾ പോറ്റിക്ക് കൈമാറിയത് താന്ത്രിക വിധികൾ പാലിക്കാതെയാണെന്നും തട്ടിപ്പിന് തന്ത്രി മൗനാനുവാദം നൽകിയെന്നൊക്കെയുമാണ് SITയുടെ കണ്ടെത്തൽ. ശബരിമല തന്ത്രി എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ച് ദൈവതുല്യനാണ്. അയ്യന്റെ പിതൃസ്ഥാനമാണ് തന്ത്രിക്ക്. ആ പിതൃസ്ഥാനത്തിരുന്ന് തന്നെ അയ്യന്റെ സ്വർണം കക്കാൻ അന്നത്തെ തന്ത്രിയായിരുന്ന കണ്ഠര രാജീവര് കൂട്ടുനിന്നോ എന്നതാണ് ചോദ്യം. പത്മകുമാർ മുൻപ് പറഞ്ഞത് ദൈവതുല്യരായ പലരും ഇതിലുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ്. ആ ദൈവതുല്യനാണോ തന്ത്രി? തന്ത്രി കൂടി കുടുങ്ങിയതോടെ അന്വേഷണം ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണോ? തന്ത്രിയിലേക്ക് അന്വേഷണം കടന്നതോടെ CPMന് ആശ്വസിക്കാമോ? പോറ്റിയെ കയറ്റിയത് സഖാക്കളാണെന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഗാനം പൊളിയുകയാണോ? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അതിഥികളിലേക്ക് പോവുകയാണ്. CPMൽ നിന്ന് PK ഗോപൻ, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, രാഷ്ട്രീയ നിരീക്ഷകൻ CR നീലകണ്ഠൻ, ഒപ്പം ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ CR രാധാകൃഷ്ണൻ എന്നിവർ ചേരുകയാണ്. അഡ്വക്കേറ്റ് വസന്തിലേക്ക്. വസന്ത, പത്മകുമാർ മുൻപേ പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ ഒരു ദൈവ തുല്യർ തന്നെ ഇതിന് കൂട്ടു നിൽക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന്. നോക്കൂ, ആരാണ് ആ ദൈവതുല്യൻ എന്ന ചോദ്യത്തിന് പ്രതിപക്ഷം പറഞ്ഞു അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു അല്ല, അത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന് പറഞ്ഞു. ഇടയ്ക്ക് കടകംപള്ളി സുരേന്ദ്രനെ കൂടി ചോദ്യം ചെയ്ത് വിട്ടയച്ചതോടെ അത് ഏറെക്കുറെ ഉറപ്പാക്കുന്ന തരത്തിലേക്ക് വന്നു. ഇപ്പോഴിതാ തന്ത്രി അറസ്റ്റിലായിരിക്കുകയാണ്. നോക്കൂ, പോറ്റിയെ കയറ്റിയത് സഖാക്കളാണെന്ന ഗാനത്തിന് മറുഗാനം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ. അപ്പോൾ ഉന്നതങ്ങളിലേക്ക്, വമ്പൻ സ്രാവിലേക്ക് അന്വേഷണം എത്തി എന്നാണ് കോൺഗ്രസ് കരുതുന്നത്? ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ നിർണായക നീക്കത്തെ കോൺഗ്രസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, വമ്പൻ സ്രാവുകൾ, തിമിംഗലങ്ങൾ അവരവിടെ നിൽക്കുകയാണ്. അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് അവരുടെ അഭിമുഖമാണോ, ഒന്ന് KPCC പ്രസിഡന്റ് ചോദിച്ചതുപോലെ അഭിമുഖമാണോ എടുത്തിട്ട് പോയത്? ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഈ മന്ത്രിമാരുടെയൊക്കെ അഭിമുഖം നിങ്ങൾ ചില ചാനലുകൾ എടുക്കില്ലേ, അങ്ങനെ ഒരു അഭിമുഖമാണോ SIT എടുത്തിട്ട് പോയത് എന്ന് പോലും നമുക്ക് ആർക്കും അറിയാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ അഭിമുഖം എടുത്തതിന്റെ റിലീസ് ഡേറ്റ് എന്നാണ് എന്ന് പോലും പറയാത്ത രീതിയിൽ ഒരു സൈഡിൽ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ട്, ഒരു സൈഡിൽ വലിയ ഒരു പുകമറ സൃഷ്ടിച്ചിട്ട്, ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന് ഇവർ ഈ ഇപ്പുറത്തെ സൈഡിൽ, വലതേ സൈഡിൽ സ്രാവും തിമിംഗലവും ഒക്കെ ഉള്ളപ്പോ ഇപ്പുറത്തെ സൈഡിൽ വലയിട്ട് മത്തിയൻ കിരിയാനെയൊക്കെ പിടിക്കുകയാണ് SIT എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ അങ്ങ് തന്നെ ചോദിച്ച 2-3 ചോദ്യങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ ഉത്തരം പറയാം. ഒന്ന്, അങ്ങയുടെ ചോദ്യം ദൈവതുല്യൻ എന്ന് പത്മകുമാർ പറഞ്ഞത് തന്ത്രിയാണോ എന്ന് ചോദിച്ചാൽ, പത്മകുമാർ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ച് ദൈവതുല്യൻ മന്ത്രിയാണ്, അത് മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. ഇവർ തന്നെ പാടി നടപ്പുണ്ടല്ലോ, അരി ദൈവം എന്നൊക്കെ പറഞ്ഞാണല്ലോ പിണറായി വിജയനെ പാടി പുകഴ്ത്തിയത്. ഇനി പത്മകുമാർ കമ്മ്യൂണിസ്റ്റ് അല്ല, വിശ്വാസിയാണെങ്കിൽ അത് തന്ത്രിയാണ്. അപ്പൊ തന്ത്രിയും മന്ത്രിയും ചേർന്ന ഒരു കോളിയേഷൻ ആണോ ഇതിന് പിന്നിൽ എന്നത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ കോൺഗ്രസിന്റെ സ്റ്റാൻഡ്, ഞങ്ങളുടെ ടേക്ക്, തന്ത്രിയിലേക്ക് കൊണ്ടുവന്ന ഒരു വാവ് ഫാക്ടർ ക്രിയേറ്റ് ചെയ്ത് ഈ അന്വേഷണത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആയതുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളെയും അങ്ങ് മുക്കിക്കളഞ്ഞ് അതിന്റെ പിന്നണിയിലൂടെ മന്ത്രി അങ്ങ് രക്ഷിച്ചു കളഞ്ഞേക്കാമെന്ന് SITക്കോ ആ SITയുടെ മേൽ നിയന്ത്രണമുള്ള, അല്ലെങ്കിൽ ആ SITയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് നിയന്ത്രിക്കുന്ന P ശശിക്കോ ആ P ശശിയുടെ ഉടയതമ്പുരാൻ സാക്ഷാൽ പിണറായി വിജയനോ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. കോൺഗ്രസ് പറയുന്നത് ഇപ്പോഴും അന്വേഷണത്തിൽ ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആ ബാഹ്യ ഇടപെടലിന്റെ ഭാഗമായി തന്നെയാണ് തന്ത്രി അറസ്റ്റിലായിട്ടുള്ളത് എന്നാണോ? അല്ല, ആ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം, നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചയിലിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPMന്റെ വക്താക്കൾ, ഈ ചർച്ചയിൽ വരുന്ന ഡോക്ടർ ഗോപൻ അടക്കം വിവിധ ചാനലുകളിൽ ഞാനടക്കം പങ്കെടുക്കുന്ന ചർച്ചകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, ആദ്യം പറഞ്ഞത് ഇത് തന്ത്രിയിലേക്ക് പോകും, നിങ്ങൾ കണ്ടോളൂ, ദൈവതുല്യരാരാണ് എന്ന് അപ്പോ അറിയാം, അപ്പോ ഒന്നും പറയരുതേ എന്നാണ് പറഞ്ഞത്. അപ്പൊ SITയുടെ നീക്കം എങ്ങനെയാണ് CPM നേതാക്കൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് അവർക്ക് ഇത് ചോർന്ന് കിട്ടുന്നത്? രണ്ടാമത്, പോറ്റിയെ കയറ്റിയത് ആരപ്പ? അത് സഹാക്കളാണ് അയ്യപ്പ എന്ന് നിങ്ങൾ പാടിയില്ലേ? അത് കോൺഗ്രസ്സുകാരാണ് അയ്യപ്പ എന്ന് പാടേണ്ടി വരും. അടൂർ പ്രകാശ് അടക്കമുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെടും എന്നായിരുന്നു ഇവരുടെ രണ്ടാമത്തെ വാദം. അപ്പൊ അടൂർ പ്രകാശിന് നോട്ടീസ് കൊടുത്തു എന്ന കണക്കിന് വാർത്ത വരുന്നതിന് മുമ്പാണത്. അപ്പൊ SITയുടെ അത്തരത്തിലൊരു നീക്കം, അല്ലെങ്കിൽ SIT അങ്ങനെ ഒരു നീക്കം നടത്താൻ പോകുന്നു എന്ന കാര്യത്തിലുള്ള വാർത്തകൾ എങ്ങനെയാണ് ഈ ഇടതു വക്താക്കൾക്ക് നേരത്തെ അറിയാൻ സാധിക്കുന്നത്? അപ്പൊ SITയുടെ ടീമിൽ നിന്ന് വാർത്തകൾ ചോരുന്നുണ്ട്. അവരുടെ വളരെ കോൺഫിഡൻഷ്യലായ ഇൻവെസ്റ്റിഗേഷൻ മൂവുകൾ എങ്ങനെയാണ് LDF നേതാക്കൾക്ക്, LDFന്റെ സ്പോക്ക് പേഴ്സൺസിന് നേരത്തെ അറിയാൻ സാധിക്കുന്നത്?
SIT തീരുമാനമെടുക്കുന്നതിന് 3 ദിവസം മുമ്പേ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു പറയാൻ സാധിക്കുന്നത് തന്ത്രിയെ സംരക്ഷിക്കാനൊന്നും ഞങ്ങളില്ല, തന്ത്രി തെറ്റ് ചെയ്തെങ്കിൽ അദ്ദേഹവും ശിക്ഷിക്കപ്പെടണം. അയ്യന്റെ സ്വർണം കക്കാൻ നോക്കിയ, അല്ലെങ്കിൽ അയ്യന്റെ സ്വർണം എന്നുള്ളതല്ല, ഇത് ക്ഷേത്രക്കൊള്ളയാണ്. സ്വർണ്ണക്കൊള്ള എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ലഘൂകരിക്കാൻ പാടില്ല. അയ്യന്റെ വസ്തുവായിട്ടുള്ളത് ഓടാണെങ്കിലും പിത്തളയാണെങ്കിലും അതിനുള്ളത് ആന്റിക് വാല്യൂ ആണ്. സ്വർണത്തിനേക്കാൾ വലിയ വാല്യൂ ആണ്, ഡയമണ്ടിനേക്കാൾ വലിയ വാല്യൂ ആണ്. ഇത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞതുപോലെ സുഭാഷ് കപൂർ മോഡലിലുള്ള ഒരു ക്ഷേത്രക്കൊള്ളയാണ്. ക്ഷേത്രത്തെ ആകെ അടിച്ചോണ്ട് പോയി പകരം അവിടെ ഡ്യൂപ്ലിക്കേറ്റ് പ്രതിഷ്ഠിച്ച കൊള്ളയാണ്. ആ കൊള്ളയിൽ തന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ ദൈവപ്രശ്നത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നു, അങ്ങനെ വിശ്വാസികൾ വിശ്വസിക്കുന്ന ഒരാൾ, അയാൾക്ക് പങ്കുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടണം, അയാൾ ചോദ്യം ചെയ്യപ്പെടണം, അയാൾ എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായ അന്വേഷണ ഘട്ടത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. നോക്കൂ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് വലിയ രീതിയിൽ CPM-നെതിരെ ആയുധമാക്കിയത്, അല്ലെങ്കിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കാരണമായി എന്ന് കരുതുന്നതാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത്. പക്ഷെ തന്ത്രിയിലേക്ക് അന്വേഷണം നീങ്ങിയതോടെ CPM-ന് അതൊരു വലിയ പിടിവലി ആയിട്ടുണ്ട്. ദിവ്യ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ദിവ്യയുടെ ഇൻട്രോയിൽ ദിവ്യ ഏറ്റവും അവസാനം ചോദിച്ചത് പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന പാട്ട് കോൺഗ്രസിന് തിരിച്ചടിക്കുന്നു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, പോറ്റിയെ കയറ്റിയതിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഉള്ളിൽ കിടക്കുന്ന 4 or 5 പേരാണ്. അതിൽ 3 പേർ പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കളാണ്. ഒരാൾ കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ്, അവിടുത്തെ LC മെമ്പറായിട്ടുണ്ടായിരുന്ന N. വാസുവാണ്. രണ്ടാമത്തെ ആൾ കോന്നി MLA-യും നിലവിലെ പത്തനംതിട്ട CPM DC-യുടെ മെമ്പറുമായിട്ടുള്ള പിണറായി പക്ഷത്തെ കുന്തമുനയായ VS പിണറായി പക്ഷ പോരിന്റെ കാലത്തെ കുന്തമുനയായിരുന്ന പത്മകുമാറാണ്. മൂന്നാമത്തെ ആൾ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ CPM സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വിജയകുമാറാണ്. അങ്ങനെ നോക്കൂ, ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും, ഈ കേസിൽ ഇന്ന് ഉള്ളിൽ കടന്ന് ഉണ്ട തിന്നുന്നതിൽ ബഹുഭൂരിപക്ഷവും CPM-ന്റെ പ്രധാനപ്പെട്ട കീ ഹോളിൽ ഇരുന്നിരുന്ന നേതാക്കളാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന നേതാക്കളാണ്. അപ്പൊ എങ്ങനെയാണ് ആ പാട്ട് തിരിച്ചടിയാവുന്നത്? കോൺഗ്രസിന്റെ ആരെങ്കിലും ഒരാൾ സംശയത്തിന്റെ നിഴലിലേക്ക് എങ്കിലും വന്നിട്ടുണ്ടോ? ഇവരൊക്കെ ഇങ്ങനെ വെറുതെ പാട്ട് നടക്കുന്നു എന്നല്ലാതെ, പാണന്റെ പാട്ട് പോലെ CPM-കാർ ഇങ്ങനെ പാട്ട് നടക്കുന്നു എന്നല്ലാതെ അന്വേഷണ സംഘത്തിന് പോലും കോൺഗ്രസിന്റെ മേൽ ഒരു വെളിച്ചം വീശാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ തന്ത്രി അറസ്റ്റ് ചെയ്തപ്പോ എന്തിനാണ് CPM-കാർക്ക് ഇത്രമാത്രം സന്തോഷമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അവരെന്തോ അയ്യോ ഇതോ തന്ത്രി അറസ്റ്റ് ചെയ്തേ, മുഴുവൻ തന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ പത്മകുമാർ ഉള്ളിൽ കിടക്കുന്നത് എന്തിനാണ്? N. വാസു ഉള്ളിൽ കിടക്കുന്നത് എന്തിനാണ്? CPM സെക്രട്ടേറിയറ്റ് അസോസിയേഷനെ മുൻ പ്രസിഡന്റ് ഉള്ളിൽ കിടക്കുന്നത് എന്തിനാണ്? അതിന്റെ ഉത്തരം പറയണ്ടേ? ഇപ്പൊ കൈകൾ ശുദ്ധമാണ് എന്നാണ് LDF-ന്റെ കൺവീനർ ഇന്ന് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ കൈകളൊക്കെ ശുദ്ധമാക്കി പത്മകുമാറും N. വാസുവും നാളെ രാവിലെ ജയിലിൽ വിതരണം ചെയ്യേണ്ട ചപ്പാത്തി കുഴയ്ക്കാൻ പോവുകയാണ്. അവിടെ ഇന്ന് വൈകിട്ട് നാളെ രാവിലെ വിതരണം ചെയ്യാനുള്ള ചപ്പാത്തി കുഴയ്ക്കാൻ വേണ്ടി കൈ ശുദ്ധമാക്കി പോവുകയാണ്. അങ്ങനെയുള്ള സമയത്ത് 2 പ്രധാനപ്പെട്ട സഖാക്കൾ ഉള്ളിൽ കിടക്കുമ്പോൾ ആ സഖാക്കളെ ഇതുവരെ പോലും തള്ളിപ്പറയാനോ പുറത്താക്കാനോ, എന്തിനേറെ സസ്പെൻഷൻ എടുത്ത് താൽക്കാലികമായി മാറ്റി നിർത്താൻ പോലും തയ്യാറാകാത്തൊരു പ്രസ്ഥാനം തന്ത്രി അറസ്റ്റിലായപ്പോ ഇതാ ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടെ എന്ന് വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് കേരളത്തിലെ പൊതുമനസാക്ഷി അറിയാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ശരി, ഞാൻ വസന്തിലേക്ക് വരാം. ശ്രീ PK ഗോപൻ, നോക്കൂ, പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനാണോ തന്ത്രി കണ്ഠര രാജീവര്? ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇനിയും ഉന്നതർ ഇനിയും പിടിയിലാകാനുണ്ടെന്ന് കോൺഗ്രസ് പറയുന്നു. തന്ത്രിയിലേക്ക് അന്വേഷണം കൊണ്ടുചെന്നെത്തിച്ച അന്വേഷണം തന്നെ വഴിമാറ്റാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന പ്രതികരണങ്ങൾ കൂടി വരികയാണ്. ഇതിപ്പോൾ ഒരു ആന്റി ക്ലൈമാക്സിലേക്ക് അന്വേഷണം പോവുകയാണോ? ആന്റി ക്ലൈമാക്സ് അല്ല ശ്രീമതി ദിവ്യ, ഇവരുടെ വെപ്രാളം കണ്ടില്ലേ? ഇന്നത്തെ ചാനൽ ചർച്ചയിലെല്ലാം കോൺഗ്രസും അവരെ ന്യായീകരിച്ചുകൊണ്ടിരുന്നവരെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്ന വെപ്രാളം മനസ്സിലായില്ലേ? കേരളത്തിൻ്റെ മുമ്പിൽ കിടന്ന് പിടയ്ക്കുകയാണ് അവർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയ പാട്ട് തിരുത്തണമെന്ന് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ വസന്ത് ഇവിടെ ആവർത്തിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയ പാട്ട് ഇവർ തിരുത്തി, ഇവർ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. 2004 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ പ്രവേശിക്കുന്നത് ഇപ്പോൾ അറസ്റ്റിലായ രാജീവ് കണ്ഠരര് വഴിയാണ്. 2007 അദ്ദേഹത്തെ പരികർമ്മിയായിട്ട് ഇദ്ദേഹം അവിടെ നിയമിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിന് അതിനകത്ത് അധികാരമില്ല, സാലറി കൊടുക്കുന്ന ദേവസ്വം ബോർഡല്ല, തന്ത്രിയുടെ അധികാരത്തിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ വരുന്നൊരു കാര്യമാണ്. പക്ഷേ അത് കഴിഞ്ഞ് 2012-14 കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ശ്രീ MP ഗോവിന്ദൻ നായർ അദ്ദേഹത്തെ കീഴ്ശാന്തി നിയമനമായി നടത്തുന്നതോടെ, അത് ദേവസ്വം ബോർഡാണ് നിയമിക്കുന്നത്, കീഴ്ശാന്തി. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയെന്നൊരു പാടിയപ്പോൾ
2012-14 കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ MP ഗോവിന്ദൻ നായരാണ് അദ്ദേഹത്തെ അവിടെ ഔദ്യോഗികമായി പരികർമ്മിയായിട്ട് നിയമിക്കുന്നത്. രേഖകളുള്ളതാണ്. 2014 ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ വന്നിട്ട് അദ്ദേഹത്തെ മേൽശാന്തിയായിട്ട് നിയമിക്കുകയാണ്, ദേവസ്വം ബോർഡ് ശമ്പളം കൊടുത്തുകൊണ്ട്. 2014 2018-19 നടന്ന സ്ത്രീ പ്രശ്നത്തിലുള്ള സമരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രയാർ ഗോപാലകൃഷ്ണന്റെ വലങ്കയായിരുന്നു. ഇനി ചരിത്രത്തിൽ ഒരു പോയിന്റ് കൂടി പറഞ്ഞാൽ ദിവ്യയ്ക്കത് ബോധ്യപ്പെടും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല സ്ത്രീ പ്രശ്നത്തിൽ ഉപയോഗിച്ച അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തിട്ട് എൻ്റെ ദ്വാരപാലക പീഠം കാണാനില്ലേ എന്നൊരു പ്രശ്നം മുന്നോട്ട് വെച്ച് അയ്യപ്പ സംഗമത്തെ ഇകഴ്ത്താൻ പരിശ്രമിച്ചത്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഭണ്ഡാരി, ഗോവർദ്ധൻ, സോണിയാഗാന്ധി, അടൂർ പ്രകാശ്, ആന്റണി, തിരിച്ചറിയാൻ വയ്യാത്തൊരു വിദേശി, ഇത്രയും പേരും കൂടെ ഒറ്റ ഫ്രെയിമിൽ വരുന്നത് കേരളം കണ്ട് പകച്ചുപോയി. ബാല്യം എന്ന് പറയുന്നത് പോലെ കേരളം പകച്ചുപോയി. എന്നിട്ടും പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാട്ടിനെ കുറിച്ച് ഞങ്ങൾ വിമർശിക്കുന്നതാണ് ഇവരുടെ പ്രശ്നമായിട്ട്. അംഗങ്ങളോ പത്മകുമാറോ എൻ വാസുവോ അത് പറയാം ശ്രീമതി ദിവ്യ. ഈ ഭരണസമിതി അംഗങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് SIT വെളിപ്പെടുത്തട്ടെ. SIT വെളിപ്പെടുത്തി. ഇപ്പോ തന്ത്രിയെ സംബന്ധിക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്താണെന്ന് പുറത്തു വന്നു. തന്ത്രി അറസ്റ്റിലായി കഴിഞ്ഞപ്പോ നിങ്ങൾ തന്നെ ചോദിച്ച ചോദ്യം ദൈവതുല്യം. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ പല ചാനലുകളിലും പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, പത്മകുമാറിന്റെ പങ്കും കോടതിയിലൊക്കെ വെളിപ്പെട്ടിട്ടുണ്ട്. എന്റെ സമയമാണോ വസന്തിന്റെ സമയമാണോ? അല്ല, താങ്കളോട് തന്നെയാണ്. അല്ല, പത്മകുമാർ നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയെ കുറിച്ച് നിർവഹണത്തിലുണ്ടായ ദിവ്യയാണോ വസന്താണോ അവതാരം? അതൊന്ന് കൃത്യമായിട്ട് ഞാൻ ചർച്ച ഗോപൻ താങ്കൾക്ക് പറയാം. അല്ല, ദിവ്യയാണോ അവതാരക വസന്താണോ ആരാന്ന് പറഞ്ഞു? ഞാൻ തന്നെയാണ്. ആരാ അവതാരക? അവതാരക ഞാൻ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പി കെ ഗോപൻ, SIT നിങ്ങള് അല്ല, എനിക്ക് സംശയം തോന്നിയത് എന്നോടിപ്പോ ചോദ്യം ചോദിക്കുന്നത് വസന്താണ്. അതുകൊണ്ടാണ്. അതായത് SITയുടേത് നിങ്ങൾ പത്മകുമാറിന്റെ കേസാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഓരോ സംഭവങ്ങളും ബോധ്യപ്പെടുമ്പോൾ അദ്ദേഹം ഇവിടെ പറയാൻ ശ്രമിച്ചത് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാം പത്മകുമാർ ദൈവതുല്യർ എന്ന് പറഞ്ഞത് ആരാണെന്ന്. നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് CPMന്റെ ലീഡർഷിപ്പിനെയാണെന്നാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ദൈവതുല്യർ എന്ന കോൺസെപ്റ്റിലല്ല ലീഡർഷിപ്പിനെ കാണുന്നത്. അത് കോൺഗ്രസിന്റെയും വലതുപക്ഷ രാഷ്ട്രീയത്തിലും വരുന്നതാണ്. അതുകൊണ്ട് ദൈവതുല്യർ എന്ന് പറഞ്ഞത് ശബരിമല ശ്രീകോവിലിനകത്തേക്കൊരു സാധനം കടത്താനോ പുറത്തേക്ക് കൊണ്ടുപോകാനോ ആത്യന്തികമായി അനുമതി കൊടുക്കേണ്ടുന്ന ദേവന്റെ അനുജ്ഞ എന്ന പേരിൽ ഞാൻ സിംഗിൾ ഇൻവെർട്ടർ കോമയെ പറയുകയാണ്. ദേവന്റെ അനുജ്ഞ എന്ന പേരിൽ അത് കൊടുക്കാൻ ചുമതലപ്പെട്ട ഒരാളെ ഉള്ളൂ, അത് തന്ത്രിയാണ്. ആ തന്ത്രിയാണ് ഈ പത്മകുമാർ ഉദ്ദേശിച്ചതെന്ന് പല ചർച്ചകളിലും പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്നത് SITയിൽ ശബരിമലയെ സംബന്ധിച്ച ഈ തന്ത്രിയാണ് ശ്രീമതി ദിവ്യ ഇതിന്റെ അനുജ്ഞ കൊടുക്കേണ്ടുന്നത്. ശബരിമലയിൽ നിന്ന് ഏത് സാധനം കൊണ്ടുപോകണമെങ്കിലും അകത്തോട്ട് വരുമ്പോഴും തന്ത്രിയാണ് അനുജ്ഞ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ തന്ത്രി ഈ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കേണ്ട ആളാണോ പത്മകുമാറും മറ്റ് ഭരണസമിതി അംഗങ്ങളും? അവരും കൂടി ഈ രേഖകളൊക്കെ തിരുത്തിയാണല്ലോ ഇങ്ങനെ ഒരു സ്വർണ്ണക്കൊള്ള നടക്കുന്നത്, സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ല, ദിവ്യ അംഗീകരിച്ചില്ലെന്ന് വിചാരിച്ച് തന്ത്രിയുടെ അറസ്റ്റ് SIT അംഗീകരിച്ചിട്ടുണ്ട് കേട്ടോ, കേരളം അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള വിഷമമൊക്കെ മനസ്സിലാവും. നിങ്ങൾക്ക് ഇനി ഇത് ആഘോഷിക്കാനൊന്നും പറ്റത്തില്ല വലുതായിട്ട്. നിങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരുന്നതിൽ നിങ്ങൾക്ക് പിൻവാങ്ങേണ്ടി വരും. നിങ്ങൾ ഇന്നലെ ഒരു വാർത്ത നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടതായിരുന്നല്ലോ. ഒരു EDയുടെ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടല്ലോ. ആ ED ഉദ്യോഗസ്ഥനാണല്ലോ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ നിർദ്ദേശിച്ചത്. ആ ED ഉദ്യോഗസ്ഥനാണല്ലോ ശിവശങ്കറിനോട് 10 മാസം ജയിലിലിട്ടിട്ട് മുഖ്യമന്ത്രിയുടെ പേര് പറയാമെങ്കിൽ പുറത്തു വിടാമെന്ന് പറഞ്ഞത്. അയാളെ പുറത്താക്കിയ കാര്യം നിങ്ങൾ ചർച്ച ചെയ്തായിരുന്നു ഇന്നലെ? ഈ ED ഉദ്യോഗസ്ഥനാണല്ലോ കേരളത്തിൽ സ്വർണ്ണക്കടത്ത്, മറ്റേത് മറിച്ചേത്, ഈന്തപ്പഴത്തിൽ സ്വർണം, ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം, ലോകത്ത് എന്തെല്ലാം അഴിമതി ഉന്നയിക്കുക, ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം എന്ന് പറഞ്ഞ് ഈ അഭ്യസ്തവിദ്യരായ കേരളീയരെ 5-6 മാസം ഇട്ട് കറക്കിയവരാണല്ലോ നിങ്ങൾ. അയാളെ പുറത്താക്കിയിട്ട് നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തോ?
അപ്പൊ ഇതുപോലെ ഈ പത്മകുമാറിന്റെ കേസ് എന്താന്ന് വ്യക്തമാകട്ടെ. പത്മകുമാർ അതിനകത്ത് കുറ്റക്കാരനായതുകൊണ്ട് ജയിലിൽ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ കുറ്റം എന്താണെന്ന് കുറ്റപത്രം സമർപ്പിക്കുന്ന മുറയ്ക്ക് അതിന്റെ ഗ്രാവിറ്റി വെച്ചുകൊണ്ട് തീരുമാനിക്കുന്ന ഒരു മടിയും CPI-നെ സംബന്ധിച്ചില്ല. പക്ഷേ ഇത് ക്ലൈമാക്സിലേക്ക് പോവുകയാണ്. അയാൾക്കെതിരായ കണ്ടെത്തലുകൾ, പത്മകുമാറിനെതിരായ കണ്ടെത്തലുകൾ SIT കൃത്യമായി എണ്ണി പറയുന്നുണ്ടല്ലോ കോടതിയിൽ ഓരോ ഇടക്കാല റിപ്പോർട്ടിലും. എന്തിനാണ് കുറ്റപത്രം അത് ബോധ്യപ്പെടും. എന്തിനാണ് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടത്? അത് മറ്റു കേസുകളിൽ കാണുന്നില്ലല്ലോ. PP ദിവ്യയുടെ കാര്യത്തിൽ അത് കണ്ടില്ലല്ലോ. കുറ്റപത്രം വരുന്നവരെ വെയിറ്റ് ചെയ്തില്ലല്ലോ. ഇതിന്റെ കാര്യത്തിൽ PP ദിവ്യയുടെ കാര്യത്തിൽ അത് കണ്ടില്ലല്ലോ. ഇടയ്ക്ക് കയറി പറഞ്ഞ ഈ ജാഗ്രത കണ്ടില്ലല്ലോ. EP ദിവ്യയുടെ കേസും ഇത് രണ്ടിനുണ്ട ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഇത് ശബരിമലയെ സംബന്ധിച്ച് SIT പോലും കഠിനമായി കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ പോലീസ് ഉദ്യോഗസ്ഥർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ, ഇവിടെ UDF-ന്റെ പ്രതിനിധിക്ക് ഹൈക്കോടതിയിൽ വിശ്വാസമില്ല. ഹൈക്കോടതി 3-4 ദിവസം മുമ്പ് നടത്തിയ ഇടപെടലിൽ പറഞ്ഞത്, നിങ്ങൾ മാധ്യമ ലോകത്തെ നന്നായിട്ട് ഹൈക്കോടതി കൈകാര്യം ചെയ്തു, നിങ്ങൾ തെറ്റായ നരേറ്റീവ് സൃഷ്ടിക്കരുതെന്ന് പറഞ്ഞു. SIT-യെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തു. അവർക്ക് 6 ആഴ്ച സമയം നീട്ടിക്കൊടുത്തു. അങ്ങനെ ഹൈക്കോടതി വളരെ സുതാര്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണത്തെ CPM-ന് മാത്രം പങ്കാണ്. CPI-ന് ബുദ്ധിമുട്ടില്ലാത്ത അറസ്റ്റ് നടത്തിയാൽ അത് SIക്ക് ഉത്തരവാദിത്വമില്ല. എന്താണ് അല്ല, എന്ത് തെറ്റായ നെറേറ്റീവ് ഉണ്ടാക്കിയെന്നാണ് താങ്കൾ പറയുന്നത്? എന്തോ ദിവ്യയുടെ പ്രശ്നം? അല്ല, താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ മാധ്യമങ്ങൾ തെറ്റായ നെറേറ്റീവ് ഉണ്ടാക്കിയെന്ന് ഹൈക്കോടതിയോട് പോയി ചോദിക്കും. നിങ്ങൾ ഹൈക്കോടതിയോട് ചോദിക്കേ. ഹൈക്കോടതിയാണ് നിങ്ങൾ തെറ്റായ നരേറ്റീവ് ഉണ്ടാക്കിയെന്ന് വിശദീകരിച്ചത്. ഹൈക്കോടതിയാണ്. നിങ്ങളെ താക്കീത് ചെയ്തു ഹൈക്കോടതി. ദിവ്യ കേട്ടില്ലായിരുന്നു അത്? മാധ്യമ ലോകത്തെ താക്കീത് ചെയ്തു ഹൈക്കോടതി. ഈ കേസിനകത്ത് നിങ്ങൾ അപകടകരമായ വഴിത്തിരിവുണ്ടാക്കരുത്. SIT നന്നായിട്ട് അന്വേഷിക്കുകയാണ്. കൃത്യമായിട്ട് അവർ തെളിവ് ശേഖരിക്കുന്നുണ്ട്. തെളിവിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. മാധ്യമങ്ങളും പ്രതിപക്ഷവും പറയുന്നതനുസരിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് SITക്ക് നല്ല ക്ലീൻ ചിറ്റ് തന്നെ ഹൈക്കോടതി 3 അംഗ ഹൈക്കോടതി ബെഞ്ച്, വിജയരാഘവൻ സാറിന്റെ മറ്റു നേതൃത്വത്തിലുള്ള 3-5 ഹൈക്കോടതി ബെഞ്ച് കൃത്യമായിട്ട് വെളിവെടുപ്പ്. നിങ്ങളത് മറച്ചു ആ വാർത്ത. അപ്പൊ ഇപ്പൊ UDF-ന്റെ പ്രതിനിധി ശ്രീ വസന്ത് വന്നിരുന്നുണ്ട്, ഹൈക്കോടതിയെ വിമർശിക്കുകയാണ്. കാരണം ഹൈക്കോടതിയുടെ ഈ SIT-യെ സംബന്ധിച്ച് ശരിയായ നിലപാടാണ് ഞങ്ങൾ എപ്പോഴും എടുത്തിട്ടുള്ളത്. ആ SIT-യാണ് ഇക്കാര്യത്തിൽ SIT ഏതെങ്കിലും തരത്തിൽ CPM-ന് ബുദ്ധിമുട്ടുള്ള ഒരാളെ അറസ്റ്റ് ചെയ്താൽ അപ്പോ SIT-യുടെ നേർമയാണത്, നന്മയാണത്. CPM-ന് പങ്കില്ല, ഗവൺമെന്റിന് പങ്കില്ല. തിരിച്ചാണെങ്കിൽ ഗവൺമെന്റ് സ്വാധീനിക്കാൻ പരിശ്രമിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആചാര സംരക്ഷണത്തിന്റെ അപ്പോസ്തലൻ അറസ്റ്റിലായിരിക്കുക ശ്രീമതി ദിവ്യ. ഒരു അവിടെ പിതൃസ്ഥാനീയ ദേവന്റെ പ്രതിസ്ഥാനീയനാണ് ഈ തന്ത്രി. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുക. അദ്ദേഹം കൊള്ള മുതൽ പങ്കിട്ടു എന്ന് SIT പറഞ്ഞിരിക്കുക. എന്നിട്ട് നിങ്ങൾ തന്ത്രിക്കെതിരായിട്ട് ഈ പ്രശ്നം വന്നപ്പോ നിങ്ങൾക്ക് പിന്മാറേണ്ടി വരും. CPM-ന്റെ മന്ത്രിമാരെയും CPM-ന്റെ നേതാക്കന്മാരെ ആക്ഷേപിച്ച് CPM കൊള്ള നടത്തിയെന്നുള്ള എവിടെയാണ് കയറിയെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞപ്പോ പാട്ടും മീൻ വിളിച്ചോണ്ട് പോയി. ഏത് അങ്ങനെ ഈ വിഷയത്തിൽ നിന്ന് പിന്മാറാനാണെങ്കിൽ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ലല്ലോ ഞങ്ങൾക്ക്. അല്ല, നിങ്ങളല്ല, നിങ്ങൾക്കിത് ക്രമേണ ഞാൻ പറഞ്ഞു വന്നത്, ഈ ശബരിമലയിലെ കേസ് ഇടതുപക്ഷത്തിനെതിരായിട്ട് ചൂണ്ടാൻ പറ്റിയ ഒരു സാധനമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അത് തലകുത്തനെ വീണുകൊണ്ടിരിക്കുകയാണ്. ആരാണോ ബ്യൂമറാങ് എടുത്തെറിഞ്ഞത് അവർക്ക് നേരെ അത് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയായിട്ടുള്ള ബന്ധവും സോണിയാഗാന്ധിയുടെ ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലത്ത് കടന്നു കയറിയതും വർഷങ്ങൾക്ക് മുമ്പാണെന്നും ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിയമിച്ചത് UDF-ന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ച് ഈ കൊള്ള നടത്തിയതിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നാകെ അലയടിച്ച ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് ഇപ്പോൾ ഒരു നിർണായക നീക്കമുണ്ടായിരിക്കുന്നത്. തന്ത്രി തന്നെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പിടിയിലായിരിക്കുന്നു. തന്ത്രിക്കെതിരെ ആചാരലംഘനം ഉൾപ്പെടെ, അല്ലെങ്കിൽ അനുജ്ഞയില്ലാതെ, ദേവന്റെ അനുജ്ഞയില്ലാതെ ഈ സ്വർണ്ണപ്പാളികൾ പോറ്റിക്ക് കൈമാറി എന്നതടക്കമുള്ള കണ്ടെത്തലുകളൊക്കെ ഉണ്ട്. നോക്കൂ, ഇതിൽ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് അന്വേഷണം നീങ്ങുകയാണ് ഈ ഘട്ടത്തിൽ. ഇപ്പോൾ ഈ പറയുന്നത് പോലെ വലിയ സ്രാവിലേക്ക്, ഉന്നതരിലേക്ക്, ദൈവതുല്യനിലേക്ക് അന്വേഷണം എത്തിച്ചേരുകയാണോ? ഇതിപ്പോൾ CPM-ന് ആശ്വസിക്കാവുന്നതാണോ ഇപ്പോഴത്തെ ഈ നീക്കം? അല്ല, ഞാൻ ശബരിമല വിഷയത്തിൽ CPM ആശ്വസിക്കുകയോ കോൺഗ്രസ് ആശ്വസിക്കുകയോ BJP ആശ്വസിക്കുകയോ ഒന്നും എൻ്റെ വിഷയമല്ല. കേരളത്തിലൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന് വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ രാധാകൃഷ്ണൻ സാർ ഇവിടെയുണ്ട്. അദ്ദേഹം ദേവസ്വത്തിൽ വർക്ക് ചെയ്തതാണ്.
ദേവസ്വത്തിൻ്റെ സമ്പത്ത് സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ ഓരോരുത്തരായി 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഒരു കമ്മീഷണർ, മറ്റുദ്യോഗസ്ഥർ ഓരോരുത്തരായി ജയിലിലാണ്. അവർ നേരിട്ട് ഇത് സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട കാരണം അതിൻ്റെ മെറ്റീരിയൽ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തം അവർക്കാണ്. അവരാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് കുറേ ആളുകൾ. ഇനി തന്ത്രിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ വ്യത്യാസം, തന്ത്രിക്ക് ഇതിൻ്റെ സെക്യൂരിറ്റി ഉത്തരവാദിത്തമില്ല. തന്ത്രിക്ക് ഇപ്പോൾ അവിടുത്തെ സാധന കളവ് പോയാൽ തന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല. തന്ത്രിയുടെ അനുവാദത്തോടെ കൊണ്ടുപോയി തീർച്ചയായും തന്ത്രി അത് കൊണ്ടുപോകാൻ സഹായിച്ചു എന്ന റിമാൻഡ് റിപ്പോർട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതനുസരിച്ച് ഗുരുതരമായ കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹം തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ആ തന്ത്രിയുടെ തന്നെ പഴയ ഇത് നിങ്ങൾക്ക് കിട്ടും, ഇതൊരിക്കലും പുറത്തു കൊണ്ടുപോകാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല, ഇത് അവിടെ വെച്ച് റിപ്പയർ ചെയ്യാനാണ് ഞാൻ സമ്മതിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ പബ്ലിക് മൊഴി. ആ മൊഴി ഇപ്പൊ തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അത് ഇവർക്ക് ബോധ്യം വന്നിരിക്കുന്നു. അദ്ദേഹം അസത്യം പറയുകയായിരുന്നു. ആ തന്ത്രി ഇപ്പോൾ ജയിലിലാണ്, ഒരു സംശയമില്ല. അപ്പൊ ഇതിലേക്ക് ഒരു പ്രശ്നം കൂടിയുണ്ട്. എന്താ, 2 ഭാഗമുണ്ട് ഇതിന്. ഒന്ന്, നേരിട്ട് ഇതിന് റെസ്പോൺസിബിൾ അല്ലാത്ത ആളുകൾ കൂടി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയും അറസ്റ്റ് ചെയ്യാം. അവർ ഈ കേസിലുണ്ട്. ഇപ്പം നേരിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥലത്തെ ട്രഷറി കൊള്ളയടിച്ചാൽ ട്രഷറി മന്ത്രി അത് പറഞ്ഞിട്ട് കൊള്ളയടിച്ചതാണോ ട്രഷറി, അതാണല്ലോ പ്രശ്നം. ട്രഷറി സൂക്ഷിപ്പുകാരാണല്ലോ ആദ്യത്തെ ഉത്തരവാദി. അവർ കഴിഞ്ഞു. ഇനി ആ ട്രഷറിയിലേക്ക് ഇവർ വന്ന ആളുകൾ അതാരാണ്, അല്ലെങ്കിൽ ആരാണ് അതിന് സഹായിച്ചത്, അല്ലെങ്കിൽ അതിന് മൗനമോ അല്ലെങ്കിൽ അറിഞ്ഞോ അനുവാദം കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരാളിപ്പോൾ ജയിലിലായിരിക്കുക. അതാണ് കാര്യം. ആ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആരൊക്കെ ഇനിയുണ്ട്? ഇപ്പോൾ പത്മകുമാർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുത്ത മൊഴിയാണല്ലോ, പോറ്റിയോ ആരെങ്കിലും, ഇനിയിപ്പോൾ തന്ത്രി കൊടുക്കുന്ന മൊഴിയായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആൾ വരുമ്പോഴാണ് മന്ത്രി വരുമോ, അന്നത്തെ മന്ത്രിക്ക് ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് ചോദിക്കുക. കാരണം നമ്മൾ ഇതുവരെ പറഞ്ഞത് മന്ത്രി നേരിട്ട് അതിലത്തെ കാര്യങ്ങളൊന്നും ഇടപെടാറില്ല, മന്ത്രിയുടെ ഒരു അനുമതി വേണ്ട. അതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം മന്ത്രിയെ ചോദ്യം ചെയ്തു, മുൻ മന്ത്രിയെ ചോദ്യം ചെയ്തു, അദ്ദേഹത്തിന് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അത് ഞാൻ SITയുടെ മെറിറ്റിലേക്ക് ഒന്നും കിടക്കുന്നില്ല, കാരണം അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷെ ഒരു പോയിന്റ് ഇതിൽ വളരെ പ്രധാനമാണ്. ശ്രീ ഗോപൻ പറഞ്ഞപ്പോൾ പോറ്റിയെ എന്ന് കയറ്റി എന്തോ ആട്ടെ, ഇപ്പോൾ വന്നിട്ടുള്ള കേസ് 2019 മുതൽ അവിടെ നിന്ന് നടന്നിട്ടുള്ള കൊള്ളകളാണ്. 2025 വരെ ഹൈക്കോടതി ഇടപെടുന്നത് വരെ ഈ കൊള്ളയിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ ഇവിടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ബോർഡോ അല്ലെങ്കിൽ അതൊന്ന് അന്വേഷിക്കാനോ നടപടിയെടുക്കാനോ ബോർഡിന്റെ മേലുള്ള സർക്കാരോ വിജിലൻസോ പോലീസോ ആരും, ഈ SIT ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവരാരും തയ്യാറായില്ലല്ലോ. ഈ SIT സംഘം പുറത്തുനിന്ന് വന്നതല്ലോ, കേരള പോലീസിന്റെ അല്ലേ, ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ മിടുക്കന്മാരാണ്. ഇവരെന്തുകൊണ്ട് ഒരു FIR പോലും കഴിഞ്ഞ 8-7 വർഷമായി, 6 വർഷത്തിൽ കൂടുതലായി എന്ന് പറയുന്നു, ഒരു FIR പോലും ഇത്രയും വലിയ ശബരിമല കൊള്ള നടന്നിട്ട് എടുത്തിട്ടില്ല? അത് കേരള പോലീസ് മറുപടി പറയേണ്ട ചോദ്യമാണ്. കാരണം ഇത്രയും വലിയ കൊള്ള ശബരിമല നടക്കുമ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് വളരെ ഗുരുതരമാണ്. ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം പോലും നാട്ടിലുണ്ടായാൽ സ്പെഷ്യൽ ബ്രാഞ്ച്, മറ്റേ ബ്രാഞ്ച്, എല്ലാ ബ്രാഞ്ചും ഉണ്ടല്ലോ ആളുകളെ ഇടിക്കാൻ. എന്തുകൊണ്ട് 6-7 വർഷം ഇത്രയും വലിയ കൊള്ള ശബരിമല പോലെ എല്ലാവരും ശ്രദ്ധിക്കുന്ന അതും ഈ ശബരിമലയിൽ കോവിഡ് കാലത്താണ് ഇത് കൊണ്ടുപോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ആരും ഇല്ല, ഉദ്യോഗസ്ഥരും പോറ്റിയോ ഗീറ്റിയോ ആരെങ്കിലും ഒക്കെ ഉള്ളൂ, ഈ ആളുകളെ ഉള്ളൂ. അപ്പൊ ഇത് കൊണ്ടുപോകുമ്പോൾ കോവിഡ് കാലത്ത് മുതൽ ഇങ്ങോട്ട് ഇപ്പൊ 2025 ശ്രീ പ്രശാന്തിന്റെ കാലത്ത് വീണ്ടും ഇതുപോലെ ഇത് കൊണ്ടുപോയി പഴയ ഗ്യാരണ്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതും തർക്കമുണ്ട്. ഞാൻ പറഞ്ഞാൽ അതിനകത്ത് ഇതിനെ സംബന്ധിച്ച തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു വാക്കുപോലും കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചോ ക്രൈം ബ്രാഞ്ചോ കേരള പോലീസോ IGയോ DGPയോ ഈ കേരളം ഭരിക്കുന്ന സർക്കാരോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഒരു വലിയ തകരാറ്. ഈ ഗവൺമെന്റ് ഞാൻ കാണുന്ന ഒരു പ്രശ്നം, ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് അവർ അറിഞ്ഞില്ല എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഗവൺമെന്റിനുള്ള വിമർശനം. ഇപ്പൊ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അടുത്ത 5 കൊല്ലം കഴിഞ്ഞാലും ഇത് അറിയില്ല. 5 കൊല്ലം ഇത് തുടർന്നാലും ആരും അറിയാൻ പോകുന്നില്ല. ഹൈക്കോടതിയും SITയും ഒക്കെ വന്നു, നല്ല കാര്യം. പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്ന ആരെയും പിടിക്കണം, അത് പോറ്റിയല്ല, ഇനി ആരായാലും വിരോധമില്ല, അവരെ പിടിക്കണം, അതിന് കൂട്ടുന്നവരെ പിടിക്കണം. പക്ഷെ ഇവിടെ ഇത് CPMന് ഗുണമാണോ കോൺഗ്രസിന് ഗുണമാണോ എന്ന് പറയാൻ പറ്റില്ല. നാളെ ഇപ്പോൾ കടകംപള്ളി അറസ്റ്റ് ചെയ്താൽ ഗോപൻ എന്ത് പറയുന്നത് എനിക്കറിയില്ല. എനിക്ക് അറസ്റ്റ് ചെയ്യുമെന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ തന്ത്രിയെ മുമ്പ് ചോദ്യം ചെയ്ത് വിട്ടതാണ്, 2 പ്രാവശ്യം ചോദ്യം ചെയ്തു. നമ്മളൊക്കെ നിങ്ങളുടെ മാധ്യമങ്ങളിൽ പറഞ്ഞത് ഞാൻ കേട്ടത്, ചില മാധ്യമങ്ങളിലും തന്ത്രി മാപ്പ് സാക്ഷിയാവാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയാണ്. അറിയില്ല, ഇപ്പം എന്തായാലും മാപ്പ് സാക്ഷി പ്രതിയായി കോടതിയിലുണ്ട്. ഇനി തന്ത്രിമാരുടെ, ഞാൻ ഇതിൽ ഒരു ആൾ ദൈവങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. ദൈവികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാർത്തി കൊടുക്കുന്നതാണ്.
ഇതുപോലെ ഈ തന്ത്രിയുടെ വേറൊരു തന്ത്രിയാണല്ലോ എറണാകുളത്ത് ഒരു ലോഡ്ജിൽ നിന്ന് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ മുമ്പ് പിടിച്ചത്, ഓർമ്മയില്ലേ? ഒരു വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ഒരു, ഞാനത് പറയുന്നില്ല, കഥയൊന്നും പറയുന്നില്ല, തേവരയിൽ പിടിച്ചത് നിങ്ങളൊക്കെ വാർത്ത കൊടുത്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, തന്ത്രി കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും മഹത്വമില്ല, അതിലൊന്നും ഞാൻ ഒരു വിശ്വാസവും എനിക്കില്ല. നേരെ മറിച്ച് അവർ ആ ജോലി നന്നായി ചെയ്യുന്നില്ല എങ്കിൽ അവർ കുറ്റവാളികളാണ്. ഇവിടെ തന്ത്രിയെ പിടിച്ചതുകൊണ്ട് പക്ഷെ നോക്കൂ, ഇവിടെ തന്ത്രി എന്ന് പറയുമ്പോൾ അവിടെ ഒരു പിതൃസ്ഥാനീയനാണ്. അവിടുത്തെ ഏതാണോ വിഗ്രഹം, ആരെയാണോ ആരാധിക്കുന്നത്, അവരുടെ പിതൃസ്ഥാനത്താണ് തന്ത്രി ഉള്ളത്. തന്ത്രിക്ക് മറ്റ് കസ്റ്റഡി, ഇനി അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലോ അവിടെയുള്ള സ്വത്തിലോ മറ്റ് അധികാരമോ ഇടപെടലോ നടത്താൻ കഴിയില്ല എന്നതാണ് എടുത്തു പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഉണ്ടായ വീഴ്ച, വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നത് തെളിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ തന്ത്രിയിലേക്ക് അന്വേഷണം വഴിതിരിച്ചു വിട്ടുകൊണ്ട് മറ്റു ചിലരെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാനിപ്പോ ഇവാലുവേറ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ എന്താ നടക്കാൻ പോണെന്ന് നമുക്കറിയില്ലല്ലോ. എനിക്ക് SIT യാതൊരു വിവരമില്ല, എനിക്ക് അവരുമായിട്ട് കോൺടാക്ട് ഇല്ല. നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്ന വിവരമേ നമുക്കുള്ളൂ. അതുകൊണ്ട് തന്ത്രി അറസ്റ്റ് ചെയ്തു എന്നുള്ളത് വളരെ നിർണായകമായൊരു കാര്യം തന്നെയാണ്. തന്ത്രി കഴിഞ്ഞാൽ നാളെ മന്ത്രി വരുമോ, വേറെ ആരെങ്കിലും വരുമോ എന്നൊക്കെ ഉള്ളത് പക്ഷേ തിരിച്ചുവിടാനുള്ള ശ്രമം ഗോവനൊക്കെ പറയുമ്പോൾ തന്ത്രി അറസ്റ്റ് ചെയ്തു, പത്മകുമാറിന് കുറ്റമില്ല, തന്ത്രിക്ക് കുറ്റമുണ്ട് എന്ന രൂപത്തിൽ പറയുന്നത് എനിക്ക് യോജിപ്പില്ല. പത്മകുമാർ അത് സംരക്ഷിക്കാൻ കാവൽ നിൽക്കേണ്ട ആളാണ്, ഗേറ്റ് കീപ്പറാണ്. അതുകൊണ്ട് പത്മകുമാറിന് കുറ്റമുണ്ട്. ഇനി തന്ത്രി പറഞ്ഞാലും ശബരിമലയുടെ വിഗ്രഹം എടുത്തുകൊണ്ട് നോക്കോളാൻ ആരെങ്കിലും പറഞ്ഞാൽ, തന്ത്രി പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിക്കുമോ? ദേവസ്വം ബോർഡിലെ മുൻ ഉദ്യോഗസ്ഥന് ഇവിടെ ഉണ്ടല്ലോ, ശബരിമലയിലെ കുറച്ച് സാധനങ്ങൾ പണം അവിടുത്തെ സ്വത്ത് എടുത്ത് കൊണ്ടുപോക്കോളാൻ തന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശബരിമല അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി മുതൽ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ പ്രസിഡന്റ് വരെ അത് സമ്മതിക്കുമോ? അപ്പൊ തന്ത്രി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കയറ്റിയിരുന്നില്ല. ഇനി ഒരു കാര്യം കൂടി, പോറ്റിയുടെ കാര്യം. ശബരിമലയിൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം, നിരവധി ആളുകൾ പല കാലങ്ങളിൽ, പ്രത്യേകിച്ചും ഈ ബ്രാഹ്മണ്യത്തിന്റെ മറവിൽ പല കാലങ്ങളിൽ അവിടെ കയറിയിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. അത് UDFന്റെ കാലത്തോ LDFന്റെ കാലത്തോ ഒന്നല്ല. അതിന് എപ്പോഴും നിന്നിട്ടുള്ളത് അവിടുത്തെ ഈ ബ്രാഹ്മണ്യ എന്ന് പറയുന്ന അവരുടെ ആളുകളാണ്. അവർ പറഞ്ഞാൽ ഇപ്പോൾ മേൽശാന്തിയുടെ കൂടെ നിങ്ങൾ ഇപ്പോൾ നോക്കിക്കോളൂ, ഇപ്പോൾ മേൽശാന്തി ഉണ്ട്, ഇപ്പോൾ ദേവസ്വം ബോർഡ് കമ്മീഷണർ. മേൽശാന്തിയുടെ കൂടെ ഞാൻ കണക്കാക്കുന്നത് ഈ മകരവിളക്ക് കാലത്ത് ഒരു 20 പേരെങ്കിലും അദ്ദേഹം വിളിച്ച് അദ്ദേഹത്തിന് സഹായികളായി അവിടെ വന്നിട്ടുണ്ടാവും. 20 പേരെന്ന് ഞാൻ കണക്ക് പറഞ്ഞാണ്, ചിലപ്പോൾ 10, 20, 25 അങ്ങനെ വരാറുണ്ട്, വിളിക്കാറുണ്ട്. എൻ്റെ ബന്ധുക്കളൊക്കെ ശബരിമലയിൽ മേൽശാന്തി ആയിരുന്നിട്ടുള്ളവർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവർ വിളിക്കും, കാരണം അവർക്ക് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കുറേ ആളുകൾ ശബരിമലയിൽ വരികയും പോവുകയും എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. അതിലേതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിന്നോ അല്ല ഏതാണ് കള്ളൻ എന്നോ അറിയില്ല. പിന്നെ ഈ സ്പോൺസർഷിപ്പ്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസർഷിപ്പ് എപ്പോൾ കിട്ടി എന്ന ചോദ്യം വളരെ നിർണായകമാണ്. അത് എപ്പോൾ കിട്ടി? തന്ത്രി പറഞ്ഞിട്ട് കൊടുത്താണെങ്കിൽ പോലും സ്പോൺസർഷിപ്പ് കൊടുത്തതിന് ഏത് ദേവസ്വം ബോർഡ് ഉത്തരവാദിയാണ്? അവർക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട്. അതാണ് ഞാൻ കണക്കാക്കുന്നത്. ശ്രീ CR രാധാകൃഷ്ണൻ, ഇവിടെ തന്ത്രി കണ്ഠരര് രാജീവരുടെ പങ്ക് സംബന്ധിച്ച് ഈ സ്വർണ്ണക്കുള്ളയ്ക്ക് എത്രത്തോളം തന്ത്രി കൂട്ടുനിന്നിട്ടുണ്ടാകും എന്നാണ് താങ്കൾ കരുതുന്നത്? നോക്കൂ, ഇവിടെ ഈ സ്വത്തുക്കളുടെ കസ്റ്റോഡിയൻ തന്ത്രിയല്ല, അത് ദേവസ്വം ബോർഡ് തന്നെയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഈ ആചാരലംഘനം നടത്തി അനുമതിയില്ലാതെ, അതായത് ദൈവഹിതം, ദൈവത്തിന്റെ അനുജ്ഞയില്ലാതെ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ നൽകി എന്നതുകൊണ്ട് ഈ സ്വർണ്ണക്കൊള്ളയിലേക്ക്, ഈ ഗ്യാങ്ങിലേക്ക്, ഈ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി, മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ, പത്മകുമാർ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ആ പ്രതിപ്പട്ടികയിലേക്ക് തന്ത്രി കൂടി വരുമ്പോൾ എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കിക്കാണുന്നത്? ഞാൻ ഈ ആദരണീയ ഈ നീലാണ്ട സാറ് പറഞ്ഞ ഒരു കാര്യം അവിടെ തുടങ്ങാം. ഈ ബ്രാഹ്മണ്യത്തിൻ്റെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. നമ്മൾ കുറച്ച് അധികം വർഷങ്ങളായിട്ടില്ല ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തുല്യമായ തമിഴ്നാട്ടിൽ അതേ ആചാരങ്ങളുള്ള തിരുവട്ടാർ ആദികേശവ ടെമ്പിൾ, അവിടുത്തെ തിരുവാഭരണങ്ങൾ നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു, അവിടെ 4-5ഓളം പുരോഹിതന്മാരെ അറസ്റ്റ് ചെയ്തു, മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്തു, വലിയ ആത്മഹത്യകൾ നടന്നു, അവസാനം തന്ത്രിയെ ശിക്ഷിച്ചു. ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇവിടെ ശബരിമല ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം തന്ത്രി ആ വിഗ്രഹത്തിന് തന്നെ പ്രാണപ്രതിഷ്ഠ നൽകിയ ആചാര്യനാണ്. ഈ തന്ത്രിയിൽ നിന്ന് തന്നെ ഇതുണ്ടായത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ കാര്യമാണ്. പക്ഷേ ഈ സംഭവങ്ങൾ അന്വേഷിക്കേണ്ടത് അനിവാര്യവുമാണ്. കാരണം അയ്യപ്പനുണ്ടായ നഷ്ടം കണ്ടെത്തി, അത് എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് കണ്ടെത്തി കുറ്റക്കാരെ ശിക്ഷിക്കേണ്ടതുമാണ്. അപ്പോൾ ഇവിടെ എന്നോട് ചോദിച്ച ഒരു ഉത്തരം, ഈ തന്ത്രിക്ക് എന്താണ്, തന്ത്രിക്ക് ഇതിനകത്തൊരു എൻട്രസ്റ്റ്മെൻ്റ് ഇല്ല എന്ന് വെച്ചാൽ തന്ത്രിയെ ഒരു ഉത്തരവിലൂടെ ഈ ശബരിമല ശ്രീകോവിലിലെ
ഈ സ്ഥാവര ജംഗമ സ്വത്തുകളോ വില പിടിച്ച ഉരുപ്പടികളോ തന്ത്രിയെ എൻട്രസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ വേറൊരു വലിയ വിഷയം അതവിടെ ഉള്ളത്, ഈ നമ്മുടെ ദേവസ്വത്തിൽ നിലവിലുള്ള നിയമമനുസരിച്ച് തന്ത്രശാസ്ത്ര നിയമവും നമ്മുടെ ക്ഷേത്രങ്ങളുടെ അറ്റകുറ്റപ്പണികളുടെ നിയമവും മെയിൻ്റനൻസിൻ്റെ നിയമവും ശ്രീകോവിലിൻ്റെ തൊഴുപണികൾ എന്നാണ് പറയുന്നത്. തൊഴുപണികൾ ആ നിയമവും നിലവിലുണ്ട്. അതിന് വ്യക്തമായ രേഖകളും റൂളുകളും ഉണ്ട്. അതിലൊരു ചട്ടമാണ് ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ലംഘിച്ചു. 2, ഈ ശ്രീകോവിലിൻ്റെ ഈ പാളി കഥകൊക്കെ ഇളക്കുക എന്ന് പറഞ്ഞാൽ ശ്രീകോവിലിനെ സംബന്ധിച്ച് അത് തൊടുപണിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട വളരെ താന്ത്രിക പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതിന് വ്യക്തമായ ചട്ടങ്ങളുണ്ട്. അതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കണം. അത് കഴിഞ്ഞ് അതിന് മരാമത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, തിരുവാഭരണം കമ്മീഷനുണ്ട്, ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ മേടിക്കണം. ഇതെല്ലാം വാങ്ങിച്ചാലും ഈ പണികൾ ആരംഭിക്കുമ്പോഴും ആരംഭിക്കുന്നതിന് മുമ്പും ഇത് കഴിഞ്ഞ് ഇത് സ്ഥാപിക്കുമ്പോഴും തന്ത്രി നിർവഹിക്കേണ്ട ചില ശുദ്ധിക്രിയകളും അനുജ്ഞാക്രിയകളുമുണ്ട്. അത് നമ്മുടെ ദേവസ്വം നിയമങ്ങളിൽ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ശബരിമലയിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ ശ്രീ പി. ആർ. രാധാകൃഷ്ണൻ കണക്കാക്കപ്പെടുന്നത്. ഈ ദൈവത്തിന്റെ അനുജ്ഞ തേടുക, ആചാരങ്ങൾ എങ്ങനെയാണ്, അത് ഏത് വിധി പ്രകാരമാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് ഈ ആചാരങ്ങൾ അവിടുത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. മാത്രമല്ല അത് ആചാരങ്ങൾ മാത്രമല്ല, അത് നിയമങ്ങളുമുണ്ട്. കാരണം ഈ ശ്രീകോവിലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഷ്ഠാ വിഗ്രഹങ്ങൾ ഇരിക്കുന്ന ശ്രീകോവിലിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ തൊടുപണികളോ ആവശ്യമായാൽ അത് സംബന്ധിച്ച് ചെയ്യേണ്ട ചില താന്ത്രിക ക്രിയകളുണ്ട്. ഈ പാളികൾ ഇളക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടതുണ്ട്, ഇളക്കി കഴിഞ്ഞ് ചെയ്ത് വയ്ക്കുമ്പോൾ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ വളരെ സങ്കീർണമായ വളരെ ലെങ്തിയായ പ്രോസസ്സാണ്. ഈ കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് SITയെ സംബന്ധിച്ചിടത്തോളം അവർ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അതാണ് പ്രധാനമായി ഇപ്പോൾ തന്ത്രിക്കെതിരെ ആചാര ലംഘനവും ഈ നിയമലംഘനവും പറയും. പക്ഷേ അതുകൊണ്ട് എൻട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ അധികാരികൾക്ക്, ഇവിടെ ഈ അധികാരികൾ ദേവസ്വം ബോർഡ് അധികാരികൾ, ഇതിൻ്റെ ഭരണത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ, പൗരോഹിത്യം, ഈ 3 വിഭാഗങ്ങളും ഈ കാര്യത്തിൽ വീഴ്ചക്കാരായി വരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ടാണ് SIT തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഹലോ എന്തായാലും ഇവിടെ 14 ദിവസത്തേക്ക് തന്ത്രിയെ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട്. ശ്രീ വസന്ത് ശ്രീയൊക്കെ ഇവിടെ PK ഗോപൻ പറയുന്നത്, അതാ നോക്കൂ, കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഇതാ പൊളിഞ്ഞു വീഴുകയാണ്. പോറ്റിയെ കയറ്റിയെ എന്ന് പാട്ടുപാടിയവർക്ക് ഇനി മാറ്റിപ്പാടേണ്ടി വരും. നിങ്ങളുടെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു താഴെ വീണു എന്നാണ് PK ഗോപൻ പറയുന്നത്. ഇനി കോൺഗ്രസിന് ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളാതെ എത്രത്തോളം എടുത്തുന്നയിക്കാൻ കഴിയും വരും കാലങ്ങളിൽ? അതായത് ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി വരികയാണല്ലോ. ഒരു സംശയം വേണ്ട, അതിന്റെ ഉത്തരവാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹൈ പ്രൊഫൈൽ 1 കണ്ഠരര് രാജീവൻ, 2 പത്മകുമാർ, N. വാസു, N. വിജയകുമാർ. N. വിജയകുമാർ പത്തനംതിട്ട മുൻ DC മെമ്പറും കൂടിയാണ് കേട്ടോ. ഞാൻ നേരത്തെ ഈ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന് മാത്രം അദ്ദേഹത്തെ കാണേണ്ടതില്ല, അദ്ദേഹം മുൻ DC മെമ്പറും കൂടിയാണ്. അപ്പൊ ഇതുവരെ ഈ പറയുന്ന ഒരു പോസ്റ്റിൽ നിന്ന് പോലും ഇവരെ ആരും പുറത്താക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. ഇപ്പോ ശ്രീ ഡോക്ടർ PK ഗോപൻ ആണെങ്കിലും CPM-മായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ പങ്കെടുക്കുന്നവരും CPM-ന്റെ നേതൃത്വം ആകെ ഇപ്പൊ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു വാതിലിലൂടെ തന്ത്രിയെ ജയിലിലേക്ക് പ്രവേശിപ്പിക്കുകയും അതിന്റെ പിൻവാതിലിലൂടെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പത്മകുമാറും N. വാസുവും N. വിജയകുമാറും അടക്കമുള്ള CPM-ന്റെ അറസ്റ്റിലായിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ പുറത്തുവിടുകയും ചെയ്യുന്നു എന്ന കണക്കിനാണ് പ്രചരിപ്പിക്കുന്നത്. നോക്കൂ, തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി മന്ത്രിയും അല്ലെങ്കിൽ മന്ത്രിയുടെ ഉപജാപക സംഘം എന്ന് നമുക്ക് സൂചിപ്പിക്കാവുന്ന കണക്കിനുള്ള 2 മുൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരടക്കമുള്ളവരെ CPM കുറ്റവിമുക്തമായി കറകളഞ്ഞു ശുദ്ധി വരുത്തി എന്ന കണക്കിന്, അഗ്നിശുദ്ധി വരുത്തി ഇത് അവർ പുറത്തേക്ക് വരാൻ പോകുന്നു എന്ന കണക്കിന് ഇവർ വെപ്രാളപ്പെടുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഡോക്ടർ PK ഗോപനും അദ്ദേഹത്തിന്റെ സഹ നേതാക്കന്മാരും എല്ലാം AKG സെന്ററിൽ ഒരുപക്ഷെ പൂമാലയൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം തന്ത്രി കണ്ഠരര് രാജീവര് ഉള്ളിലേക്ക് പോകുമ്പോ പുറത്തേക്ക് ഇറങ്ങി വരുന്ന N. പത്മകുമാറിനെയും N. വാസുവിനെയും N. വിജയകുമാറിനെയൊക്കെ മാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടി 3 മാലയും 5-6 ലഡുവൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടോ ആഘോഷപൂർവ്വം സ്വീകരിക്കാൻ വേണ്ടി എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം അത്രയ്ക്ക് സന്തോഷമാണ്, അത്രയ്ക്ക് ജിജ്ഞാസയാണ് ഇവരെ ആവേശിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
ഈ തന്ത്രി കണ്ഠരര് രാജീവര് അവർ അറസ്റ്റിലായിപ്പെട്ടു. അദ്ദേഹം അറസ്റ്റിലായി, സംശയമൊന്നും വേണ്ട. അദ്ദേഹം അറസ്റ്റിലായി. അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി എന്താ പറയുക എന്ന് നമുക്കറിയില്ല. പക്ഷെ എൻ പത്മകുമാർ, നിങ്ങളുടെ നേതാവ്, അദ്ദേഹം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതിയെ ജാമ്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ചില്ലേ? അദ്ദേഹം വിവിധ കോടതികളെ സമീപിച്ചില്ലേ? അന്ന് ആ ജാമ്യാപേക്ഷയിൽ എന്താണ് കോടതിയുടെ നിരീക്ഷണം? നിങ്ങളുടെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ദേവസ്വം ബോർഡിന്റെ ബെഞ്ചിന്റെ മുമ്പാകെ അല്ലാതെ ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചിന്റെ മുമ്പാകെ വന്നപ്പോ ഇതൊക്കെ ചെറിയ മീനുകളാണ്, അതായത് പത്മകുമാർ അടക്കമുള്ളവർ ചെറിയ മീനുകളാണ്, ഇനിയും വലിയ മീനുകളിലേക്ക് പോകണം എന്നല്ലേ കോടതി പറഞ്ഞത്? 89 പേജ് വരുന്ന അന്നത്തെ നിങ്ങളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ടിൽ, അതായത് കേസ് ഡയറി പരിശോധിക്കുന്നത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബെഞ്ചാണ് കേട്ടോ, പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇവർ പറയും ഇത് ദേവസ്വം ബോർഡിന്റെ ബെഞ്ച് പറഞ്ഞതല്ലല്ലോ എന്ന് പറയും. അതായത് കേസ് ഡയറി കൃത്യമായി പരിശോധിച്ച് എ പത്മകുമാറിനും N വാസുവിനും അടക്കമെതിരെയുള്ള കണ്ടെത്തലുകൾ എന്താണ് എന്ന് കണ്ട് ബോധ്യപ്പെട്ട് ആ ജാമ്യാപേക്ഷ തള്ളിയ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് 87 പേജ് വരുന്ന ആ വിധി പ്രസ്താവത്തിൽ 9 തവണയാണ് ബിഗ് ഗൺസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ബിഗ് ഗൺസിലേക്ക് പോകാത്തത്? രൂക്ഷ വിമർശനം കേസ് ഡയറി പരിശോധിച്ച ബെഞ്ച് SITക്ക് നേരെ നീട്ടിവെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഗോപേട്ടൻ പറയുന്നത്, ഏതാ വസന്ത തെക്കുപള്ളി വന്നിട്ട് ഇവിടെ ഇരുന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതിയെ അവിശ്വസിക്കുകയാണ്, അപമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ 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 വായി വർത്തമാനം പറയുന്നത്. നോക്കൂ, കേരളത്തിന്റെ ഹൈക്കോടതി തന്നെ, അതായത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി പരിശോധിച്ച് ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ബെഞ്ച് തന്നെ നിങ്ങളുടെ SITയുടെ അന്വേഷണം കൃത്യമായ ദിശയിലല്ല മുമ്പോട്ട് പോകുന്നത് എന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടത് കൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സൈഡിൽ മാത്രം വലയിടുന്നത്, അപ്പുറത്ത് പോയി വലയിട്ട് സ്രാവിനെയും തിമിംഗലത്തെയും പിടിച്ചോട്ട് വാ എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടത്? SITക്ക് പാളിപ്പോയോ, വഴിതെറ്റിപ്പോയോ എന്ന് സംശയം പ്രകടിപ്പിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത് SIT കൃത്യമായ വഴിയിൽ പോകുന്നില്ല എന്നല്ല, SITയുടെ അന്വേഷണ പുരോഗമനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ CPM നേതാക്കൾക്ക് ചോർന്നു കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് തന്ത്രിയിലേക്ക് അന്വേഷണം പോകുന്നുവെന്ന്, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും പ്രിയപ്പെട്ട ഡോക്ടർ ഗോപൻ അടക്കമുള്ളവർക്ക് 2-3 ദിവസം മുമ്പേ ചർച്ചകളിൽ പറയാൻ പറ്റുന്നത്? എങ്ങനെയാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ ഇതുവരെ നോട്ടീസ് കൊടുത്തിട്ടില്ലെങ്കിലും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ SITക്ക് പ്ലാൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയ അവസരത്തിന്റെ 3/4 ഭാഗവും കോൺഗ്രസ് നേതാക്കളുടെ പേര് പറയാനാണ് ഉപയോഗിച്ചത്. ഒന്ന്, വലിയ സുരക്ഷാ സംവിധാനമുള്ള സോണിയാഗാന്ധിയുടെ വീടിന്റെ അകത്തേക്ക് എങ്ങനെയാണ് പോറ്റിയും കൂട്ടരും കയറിയത് എന്നൊക്കെയാണ് ചോദിച്ചത്. ഡോക്ടർ പി കെ അത്തരം കാര്യങ്ങളിലൊക്കെ വൈകാതെ അന്വേഷണ സംഘം എത്തുമായിരിക്കാം. നോക്കാം, സോണിയാഗാന്ധിയുടെ പങ്കൊക്കെ ഇപ്പോഴും CPM എടുത്തുന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ശ്രീ പി കെ ഗോപൻ, നോക്കൂ, ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ പിടിയിലുള്ള അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിലുള്ളവരാണ് പത്മകുമാർ, N വാസു, അതുപോലെ തന്നെ വിജയകുമാർ. ഇവർ ഇപ്പോഴും നിഷ്കളങ്കരാണ്, നിരപരാധികളാണ്, ഇവർക്കൊന്നും ഈ തട്ടിപ്പിൽ യാതൊരു പങ്കുമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും CPM വിശ്വസിക്കുന്നത്, കരുതുന്നത്? അങ്ങനെയല്ല ദിവ്യ, ഈ അറസ്റ്റ് ചെയ്യപ്പെടാൻ കാരണമുണ്ട്, ജാമ്യം നിഷേധിക്കാൻ കാരണമുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം ജയിലിൽ കിടക്കുന്നവർ ഏറ്റെടുക്കുകയും വേണം. ഇതിൻ്റെ അവസാന പൊരുൾ, അതായത് തന്ത്രിയായാലും ദേവസ്വം ബോർഡ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട തന്ത്രിയായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായാലും കോൺഗ്രസ് നേതാക്കളായ, ഇപ്പം ജയശ്രീ ആണല്ലോ അവിടുത്തെ ദേവസ്വം കമ്മീഷൻ സെക്രട്ടറി ആയിട്ടിരുന്നത്, ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ ഇരുന്ന അവരാണ്. അവർ ഒന്നാന്തരം കോൺഗ്രസ്സുകാരിയാണെന്ന് വസന്ത് ആ പേരൊഴിച്ച് ബാക്കി എല്ലാ പേരും ഇവിടെ പറഞ്ഞല്ലോ. ഈ സംഭവം നടക്കുമ്പോൾ മുരാരി കോൺഗ്രസ് സംഘടനയുടെ അതിൻ്റെ ദേവസ്വം ബോർഡിലെ അവരുടെ സംഘടന എംപ്ലോയീസ് ഫ്രണ്ടിൻ്റെ സംസ്ഥാന ഭാരവാഹി ആണല്ലോ. അപ്പം ഈ പേരുകളൊക്കെ പറഞ്ഞിട്ട് ജയശ്രീയുടെ പേരെന്താ അവർ പറയാതിരിക്കുന്നത്? ജയശ്രീയാണ് ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥ. അപ്പം ജയശ്രീ ആയാലും ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും ഇവരുടെ എല്ലാം അവസാനം ഹൈക്കോടതിയിലെത്തുന്ന കുറ്റപത്രത്തിലൂടെയാണ് നമുക്ക് വ്യതിരിക്തമാവുന്നത്. ഇപ്പം തന്ത്രി അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമെന്നുള്ളതല്ല, തന്ത്രിയല്ല, ഞങ്ങളുടെ നിലപാടിനെ കുറിച്ചുള്ള ഒരു സന്തോഷവും ആത്മബലവുമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ തുടക്കം മുതലേ പറയുന്നത് ഏത് നേതൃത്വമായാലും, ദേവസ്വം ബോർഡായാലും മന്ത്രിയായാലും തന്ത്രിയായാലും ഉദ്യോഗസ്ഥരായാലും ശരി, ഇതിൽ കുറ്റവാളികളെ ശിക്ഷിക്കാൻ ഞങ്ങൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കും എന്നുള്ളതാണ്. SITയെ സംബന്ധിച്ച് ശ്രീ വസന്ത് ഇവിടെ പറയുമ്പോൾ എന്തിനാണ് ഈ എന്ന് കരുതുന്നത് കൊണ്ടാണോ? അല്ല, കുറ്റപത്രം വന്നതിന് ശേഷം പാർട്ടി നടപടി ഉണ്ടാവും. അത് ഞങ്ങൾ വ്യക്തമാക്കിയതില്ലേ, ഞങ്ങളുടെ ലീഡർഷിപ്പ് പാർട്ടി നേതൃത്വം എല്ലാം പലതവണ വ്യക്തമാക്കിയതാണ്. കുറ്റപത്രം വന്നിട്ട്
അവരുടെ പേരിൽ നടപടി എന്താ കാര്യം എന്നറിയാവോ ശ്രീ ദിവ്യ? ഇവർ ഈ പറയുന്നതല്ല കാരണം. നിങ്ങൾ നോക്കൂ, ഓരോ ദിവസവും പുതിയ തെളിവുകൾ SIT കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അകത്ത് കിടക്കുന്നവർക്ക് ജാമ്യം കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ? പ്രധാനമായി അവർ പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കുക എന്നുള്ള കോടതിയുടെ ആശങ്കയാണ്. ആ കോടതിയുടെ ആശങ്ക അടിസ്ഥാനത്തിലാണ് പലർക്കും ജാമ്യം കൊടുക്കാത്തത്. അതുകൊണ്ട് ഓരോ ദിവസവും ഇപ്പം തന്ത്രി, ഇപ്പം അദ്ദേഹം ചോദിക്കുന്നത് തന്ത്രി എങ്ങനെ അറസ്റ്റ് ചെയ്യണം ഞങ്ങൾക്ക് എങ്ങനെ അറിയാവുന്ന? 2 4 അറിയാൻ പാഴൂർ പടിപ്പര പോകണോ ദിവ്യ? കിഴക്ക് ഉദിക്കുന്ന നദി പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നറിയാൻ പാഴൂർ പടിപ്പര പോകണോ? തന്ത്രി ശബരിമലയെ സംബന്ധിച്ച് ക്ഷേത്രതന്ത്ര സമുച്ചയം ഏതാണ്ട് 17ഓ 16ഓ നൂറ്റാണ്ടിൽ തമിഴിലിറങ്ങിയ ഗ്രന്ഥമാണ് ക്ഷേത്രതന്ത്ര സമുച്ചയം. അതനുസരിച്ചിട്ടാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ദക്ഷിണേന്ത്യയിലെയും എല്ലാം, പൊതുവെ ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളിലെ ആചാരം നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത് ക്ഷേത്രതന്ത്ര സമുച്ചയം അനുസരിച്ചാണ്. അതനുസരിച്ച് വിഗ്രഹം സ്ഥാപിക്കാൻ ആഢ്യബ്രാഹ്മണർക്ക് മാത്രമേ അവകാശമുള്ളൂ, അല്ലാതെ സാധാരണ ബ്രാഹ്മണർക്ക് പോലും അവകാശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ ആഢ്യബ്രാഹ്മണർക്ക് അവകാശമുള്ള ഒന്നിനെ തള്ളിക്കളയാൻ അദ്ദേഹം തയ്യാറായി എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രതന്ത്ര സമുച്ചയം അനുസരിച്ചിട്ടാണ് തന്ത്രിമാരും അവരുമെല്ലാം ആചാരത്തെ നിർണ്ണയിക്കുന്നത്. എന്നാൽ ഭരണഘടന അനുസരിച്ചിട്ടാണ് അവിടുത്തെ ഭരണം തീരുമാനിക്കുന്നത്. അപ്പോൾ ഭരണഘടന എന്നുള്ളതിനെ പിൽക്കാലത്ത് മാനിക്കേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ചാണ് അഡ്മിനിസ്ട്രേഷൻ. ആ അഡ്മിനിസ്ട്രേഷൻ തന്നെ തന്ത്ര സമുച്ചയം അനുസരിച്ചുള്ള ആചാരങ്ങൾക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ആ ആചാര സംരക്ഷണത്തിൻ്റെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആളാണ് തന്ത്രി, ദേവന്റെ പിതൃസ്ഥാനീയൻ. അങ്ങനെ ഒരാൾ ദേവന് സമർപ്പിക്കുന്ന സ്വത്ത് പങ്കുപറ്റാൻ വേണ്ടി പുറത്തു ചാടി എന്നുള്ള ഗുരുതരമായ ആക്ഷേപം വന്നിട്ടും ഇവരതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പരിശ്രമിച്ച വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് തന്ത്രിയെ സംബന്ധിച്ച് സ്പോൺസർഷിപ്പിൽ നൽകണമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തത് ഈ ചെമ്പുപാളി എന്ന സ്വർണ്ണപ്പാളിയെ മാറ്റി എഴുതിയതൊന്നും ഈ തന്ത്രി അല്ല കേട്ടോ, ഭരണസമിതി അംഗങ്ങളാണ്. പത്മകുമാറാണ് ഒപ്പിട്ട് നൽകിയത്. ശ്രീ PK ഗോപൻ. ശ്രീ ദിവ്യ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമല്ലേ? ഈ ദിവ്യ ഇപ്പം എന്നെ വൈകുന്നേരം ഇരുന്ന് പഠിപ്പിക്കണോ? അത് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വം. നമുക്കതിൽ തർക്കമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അവർ അറസ്റ്റ് കിടക്കുന്നത്. പക്ഷെ തന്ത്രിയെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നത് കുറ്റപത്രം വരട്ടെ, കുറ്റം തെളിയട്ടെ എന്നാണല്ലോ. ഭരണതലത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നത് ഉറപ്പായി കഴിഞ്ഞതല്ലേ? അത് എപ്പോഴും ഉറപ്പായി കഴിഞ്ഞതാണ് PK ഗോപൻ. അല്ല, അതുകൊണ്ട് ഞങ്ങൾ എന്ത് വേണമെന്നാ ദിവ്യ പറയുന്നത്? നിങ്ങൾ ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. ഒരു നടപടി എടുത്തിട്ടില്ല. ആരെങ്കിലും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തോ? അവരാരെങ്കിലും അക്സെപ്റ്റ് ചെയ്തോ? ശ്രീ ദിവ്യ, പത്മകുമാർ CPMന്റെ പത്മകുമാർ ഏതെങ്കിലും MLA ഏതെങ്കിലും കോർപ്പറേഷൻ ചെയർമാനോ ഒന്നുമല്ല. പത്മകുമാർ ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനത്തിലുമില്ല. അയാൾ ജയിലിൽ കിടക്കുകയാണ്. അയാൾ CPMന്റെ പരിപാടിയിലൊന്നും പങ്കെടുക്കുന്നില്ല. പൂർണ്ണമായിട്ട് ജയിലിലാണ്. അദ്ദേഹത്തിന്റെ കുറ്റപത്രം വരുമ്പോൾ അതിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് എന്താണോ നടപടി അതുണ്ടാകും. അത് വ്യക്തമാക്കി കഴിഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗമാണോ ശ്രീ PK ഗോപൻ? എങ്ങനെ? പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണോ പത്മകുമാർ? അതെ അതെ. അതിലൊരു മാറ്റം വന്നിട്ടില്ലല്ലോ, ഒരു നടപടി എടുത്തിട്ടില്ലല്ലോ. അതല്ലേ പറഞ്ഞത്, മലയാളത്തിലല്ലേ പറയുന്നത്. ആ നടപടി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ലളിതമായ നടപടി ആയിരിക്കില്ല. അതിന്റെ ഗൗരവം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ നടപടിയായിരിക്കും. നിങ്ങൾ പറയുന്ന ഒരു നടപടിയല്ല അത്. പാർട്ടിയെ സംബന്ധിച്ച് പത്മകുമാർ ഇപ്പൊ ജയിലിലാണ്. വിധിക്കുമോ? അല്ലാതെ നടപടി എടുത്താൽ മറ്റു പലരുടെയും ഇദ്ദേഹം സംസാരിച്ചപ്പെടുന്നു, ഞാൻ ഇടപെടുന്നില്ല. ഇത്ര അസഹിഷ്ണുത ഇദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. എന്തെല്ലാം ഇരുന്ന് മണ്ടത്തരം വിളിച്ചു. അല്ല, ഞങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ AK സെന്ററിൽ പൂമാലയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞേ? AICC ആപ്പീസ് റിപ്പോർട്ട് വാങ്ങിച്ചത് ഈ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊടുത്തൊരു വലിയ സമ്മാനപൊതിയില്ലേ? അതെന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറയാവോ? ഞാൻ ശ്രീ വസന്തിനോട് ഈ ചർച്ചയെ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ സോണിയാഗാന്ധിക്ക് കെട്ടിക്കൊടുത്തത് ചരടാണോ, ബ്രേസ്ലെറ്റ് ആണോ, ഇതിന്റെ സ്വർണത്തിന്റെ വല്ലോ ആണോ, അതോ കേവലമായ ചരടാണോ, അതല്ലെങ്കിൽ ഗോവർദ്ധൻ കൊടുത്ത സമ്മാനപ്പൊതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യത്തിൽ സോണിയാഗാന്ധി വാങ്ങിച്ചത് എന്താണ്? നിങ്ങൾക്കൊന്ന് പറയാവോ? ഞങ്ങൾ വാങ്ങിക്കാൻ പോകുന്നില്ലേ? നിങ്ങൾ വാങ്ങിച്ചത് AICC ഇരിപ്പുണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിച്ചത് അവിടെ ഇരിപ്പുണ്ടല്ലോ. അതെന്താണെന്ന് പറഞ്ഞാട്ടെ. സോണിയാഗാന്ധിയുടെ അതേ Z+ കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് 2020 നിങ്ങളുടെ സർക്കാരിന്റെ വിജിലൻസിന്റെയും ഇന്റലിജൻസിന്റെയും റിപ്പോർട്ട് ഇവനൊരു കൊള്ളക്കാരനാണ്, കള്ളനാണ് എന്ന റിപ്പോർട്ട് ഇരിക്കുമ്പോഴും അതേ സുരക്ഷയുള്ള, സമാന സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ വളരെ അഭിമാനാർഹമായ ഒരു പദ്ധതിയുടെ കൈമാറ്റത്തിന് ചിരിച്ചുകൊണ്ട്, കളിച്ചുകൊണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട് അടുത്ത് നിൽക്കാൻ എങ്ങനെയാ പോറ്റിക്ക് പറ്റിയത്? അതുകൂടി പറയുമോ? അല്ല വസന്ത, ഇത് എന്റെ സമയമാണ്. നിങ്ങൾ പറയുന്നത് ശുദ്ധമായ അസംബന്ധമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ഒരു പബ്ലിക് ഫംഗ്ഷനിലാണ്
മുഖ്യമന്ത്രിയുടെ പരിപാടി, മുഖ്യമന്ത്രിക്ക് ഒന്ന് സോണിയാഗാന്ധിയുടെ അത്രയും സെക്യൂരിറ്റി മുഖ്യമന്ത്രിക്ക് ഇല്ല. ഒന്നാമത്തെ മണ്ടത്തരമാണ്. ഉണ്ടല്ലോ. രണ്ടാമത് എന്താ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി സ്ഥലത്തല്ല, പബ്ലിക് ഫംഗ്ഷനിൽ പോലീസുകാര്, നാട്ടുകാര്, പത്രക്കാര്, സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ. ഞാൻ പറയട്ടെ, ഇത് എന്റെ സമയമാണ്, പ്ലീസ്, ഇത് എന്റെ സമയമാണ്. നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ ചോദ്യം കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അല്ല, നിങ്ങൾ ദിവ്യ, ഇതെന്ത് അവതരണമായത്? ഇത് ആരുടെ സമയമായത്? ഇത് ആരുടെ സമയമായത്? അല്ല, നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി വഴങ്ങാം. നിങ്ങൾ ചോദിച്ചതിന് ഞാൻ വഴങ്ങി. അതിന്റെ മറുപടി പറയാൻ സമ്മതിക്ക്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിനകത്തല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നത്, മുഖ്യമന്ത്രിയുടെ മുറിക്കകത്തല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നത്. നാട്ടുകാർക്ക് മുഴുവൻ പങ്കെടുക്കാവുന്ന ഒരു പബ്ലിക് ഫംഗ്ഷനിൽ ഭീമാ ജ്വല്ലറിക്കാര് കൊടുത്ത അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് കൊടുത്ത ആംബുലൻസ് പൊതുവായിട്ട് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നത് ഭീമാ ജ്വല്ലറിയുടെ ഭാഗമായിട്ടും മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാന്റെ ഭാഗമായിട്ടാണ് ചെന്നത്. അതല്ലാതെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയ മുഖ്യമന്ത്രിയുടെ പരിപാടിയിലെ പങ്കാളിയോ ആ നോട്ടീസിൽ പേരുള്ള ആളോ അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇത് രണ്ടും രണ്ടാണ്. നിങ്ങൾ ഇതിനെ സമീകരിക്കാൻ പരിശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണല്ലോ CPM പറയുന്നത്. അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ SIT അന്വേഷിക്കാവുന്നതല്ലേ ഉള്ളൂ. ബ്രേസ്ലെറ്റ് ആണോ കൊടുത്തത്, അത് ചരടാണോ കൊടുത്തത് എന്നൊക്കെ SIT അന്വേഷിക്കട്ടെ. അത് ഇപ്പോഴത്തെ അന്വേഷണത്തിലല്ല. ശ്രീ ദിവ്യ, നിങ്ങൾ ഇതിനെ എത്ര മെഴുകി ന്യായീകരിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. ഞങ്ങൾ പറയുന്നത് രണ്ട് പ്രശ്നം. ഒന്ന്, ശബരിമലയിലെ സ്വർണ്ണക്കടത്ത്. രണ്ട്, അതിൽ കക്ഷിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ആര് ചോദിച്ചില്ലല്ലോ, ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റി എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിയ കോൺഗ്രസ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോറ്റിയത് കോൺഗ്രസ് ആണെന്നും അത് ഹൈക്കമാൻഡുമായിട്ടാണ് അദ്ദേഹത്തിന് ബന്ധമെന്നും അടൂർ പ്രകാശ് വരെ പറയുന്നത് എന്നെ വിളിച്ചുകൊണ്ട് പോയെന്നാ പറയുന്നത്. ആ ബന്ധം നിങ്ങൾ വെളിപ്പെടുത്തണം. അതിന് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പോറ്റിയെ കയറ്റി എന്നുള്ളത് ആര് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവാണ് നമ്മൾ പറഞ്ഞത്. പോറ്റിയെ കയറ്റിയത് ആര് എന്നൊക്കെയുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ മനസ്സിലാകും. അത് തന്ത്രിയാണോ ഇനിയല്ല സഖാക്കളാണോ ഇനി അതോ മറ്റു വേറെ ചിലരാണോ എന്നതൊക്കെ അറിയുന്നു. പക്ഷേ CR നീലകണ്ഠൻ, അപ്പോൾ നോക്കൂ, ഇതിപ്പോൾ തന്ത്രിയിലെത്തി നിൽക്കുകയാണ്. ഇനിയും ഉന്നതർ ഇക്കാര്യത്തിൽ പിടിയിലാകാനുണ്ട്. അന്വേഷണം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇനിയും കണ്ടെത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ നിന്ന് കൊണ്ടുപോയ സ്വർണം എവിടെ, അത് ആരൊക്കെ പങ്കിട്ടെടുത്തു, ഈ ഉരുപ്പടികളൊക്കെ എന്ത് ചെയ്തു, അതിന് തിരിച്ചു കൊണ്ടുവരിക തുടങ്ങി ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും ഇനി ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുമ്പോഴും ഈ സ്വർണ്ണക്കൊള്ള തന്നെ ആയിരിക്കും കേരളത്തിലെ ചൂടേറിയ ചർച്ച അല്ലേ? അല്ല, എന്തായാലും സ്വർണ്ണക്കൊള്ള കേരളത്തിൽ ആർക്കനുകൂലമായാലും പ്രതികൂലമായാലും സ്വർണ്ണക്കൊള്ള കേരളത്തിൽ ഒരു വലിയ വിഷയം തന്നെയാണ്. ഇപ്പോൾ സോണിയാഗാന്ധിയാണോ പിണറായി വിജയനാണോ എന്നുള്ളതൊക്കെ നിൽക്കട്ടെ, എൻ്റെ ചോദ്യം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ഈ കൊള്ള മുഴുവൻ നടക്കുമ്പോൾ കേരളത്തിലെ പോലീസ് അവിടെ ഉണ്ടായിരുന്നോ, ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നോ, ഈ ആളുകളൊക്കെ എവിടെയായിരുന്നു ഹൈക്കോടതി ചോദിക്കുന്നത് വരെ? അതിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പോയിട്ടുണ്ടെങ്കിലും പിണറായി വിജയൻ്റെ ഭരണകാലത്ത് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ പോലീസ് എവിടെയായിരുന്നു? ആരാണ് പോറ്റിക്ക് സ്പോൺസർഷിപ്പ് കൊടുത്തത്? പോറ്റി പറഞ്ഞ ഈ കമ്പനിക്ക് പോറ്റി പറഞ്ഞിട്ടാണ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. ആ സ്പോൺസർഷിപ്പ് 2025 വാലിഡ് ആണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ പ്രശാന്ത് അയാൾക്ക് കൊടുക്കുന്നത്, പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന്. ഇതിനു മുമ്പുള്ള പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പോറ്റിയുടെ സ്പോൺസർഷിപ്പിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിനകത്ത് പരാതി ഉണ്ടായിട്ടും അത് അന്വേഷിക്കാതിരുന്ന ദേവസ്വം ബോർഡ് എവിടെ? അത് അന്വേഷിക്കാതിരുന്ന വിജിലൻസ് എവിടെ? അത് അന്വേഷിക്കാതിരുന്ന പോലീസ് എവിടെ? ഞാൻ ചോദിക്കുന്നത് ആര് മന്ത്രിയാണെന്നുള്ളതല്ല, നമ്മുടെ സംവിധാനത്തെ കുറിച്ച് നമുക്കുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. ഹൈക്കോടതി അതാണ് പറഞ്ഞു, ഹൈക്കോടതി ഇടപെട്ടില്ലെങ്കിൽ ഇപ്പോഴും ഈ കൊള്ള നടക്കില്ലേ? അപ്പൊ ഈ സംവിധാനത്തിൽ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ദൈവത്തിന്റെ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ സ്വത്ത്, ഞാൻ ദൈവത്തിന്റെ എന്ന് പറയുന്നത് ശബരിമലയിലായതുകൊണ്ട് ശബരിമല എന്നുള്ളത് വലിയ വികാരമാണ് മാത്രമല്ല വലിയ ദേശീയ ശ്രദ്ധ നേടുന്ന, ലോക ശ്രദ്ധ നേടുന്ന ഒരു ഇടം കൂടിയാണ്. അവിടെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ SIT വരുന്നേ, അതിന്റെ അടിസ്ഥാനത്തിലാണ് നീലകണ്ഠൻ സാറെ ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ടെത്തുന്നത് അല്ലല്ല, പോറ്റി കണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. അല്ലല്ല, വിജിലൻസ് 6 കൊല്ലമായിട്ട് വിജിലൻസ് കണ്ടെത്തിയില്ലേ സഖാവേ? 6 കൊല്ലമായിട്ട് വിജിലൻസ് ഒരാൾക്കെതിരെ നടപടിയെടുത്തു, ഒരാൾക്കെതിരെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് SIT. അല്ല, അത് ശരി. അല്ല, ഞാൻ പറഞ്ഞ അതല്ല. അല്ലല്ല, SIT ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടത് കൊണ്ടാണ്. ഈ പോലീസ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ സഖാവേ? ഈ പോലീസ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും പിണറായി വിജയൻ ഭരിക്കുമ്പോഴും ഇവിടെ ഇല്ലേ? ഇവരെന്തുകൊണ്ട് കണ്ടെത്തിയില്ല? എന്റെ ചോദ്യം നമുക്ക് ശബരിമലയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അത് പരാതിയില്ലാത്ത സംഭവത്തിൽ ശബരിമലയ്ക്കകത്ത് പോലീസ് എങ്ങനെ ഇടപെടുന്നേ?
പരാതി ഇല്ലാതെ എങ്ങനെ പോലീസ് ഇടപെടുന്നത് അതിൽ? കേസില്ല എന്നേ ഉള്ളൂ ശ്രീ പി കെ ഗോപൻ. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയായി അവിടെ നിന്ന് ഇതുപോലെയുള്ള തിരിമറികളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും ദേവസ്വം ബോർഡ് അറിയാതെ പ്രവർത്തിക്കുന്നതാണോ? അങ്ങനെയെങ്കിൽ അത് വലിയ വീഴ്ചയല്ലേ? ഭക്തരുടെ ഭാഗത്ത് വേറെ ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങൾ ശബരിമലയ്ക്ക് ബാധകമല്ലേ? അല്ലല്ല, അതൊന്നും വേണ്ട. ഒരു പൊതുസമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു പോയാൽ ഭക്തരുടെ ഭാഗത്തൊന്നും വേണ്ട. ശബരിമല ഇന്ത്യയിൽ ഏത് ക്ഷേത്രത്തിൽ ഒരു തന്ത്രി ഇന്ത്യയിൽ ഏത് ക്ഷേത്രത്തിൽ നിന്ന് സാധാരണ ഒരു തന്ത്രി അറസ്റ്റ് ചെയ്യാൻ പറ്റും? ഏത് ക്ഷേത്രത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യാം? ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിൽ ഒരു സാധാരണഗതിയിൽ ഒരു ആരാധനാലയത്തിന്റെ ചീഫിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? കേരളം അത് കാണിച്ചു കൊടുത്തു. അതാണ് ഇതിന്റെ പ്രാധാന്യം. ഇതിന്റെ പ്രാധാന്യം അതാണ്. നേരത്തെ രാധാകൃഷ്ണൻ പറഞ്ഞല്ലോ, ആരാധനാലയത്തിന്റെ ചീഫിനെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തു. ഇവിടെ ഗവൺമെന്റ് അല്ല അറസ്റ്റ് ചെയ്യുന്നത് ശ്രീ പി കെ ഗോപൻ. കോടതി മേൽനോട്ടത്തിലുള്ള SIT ആണ്. അതിന്റെ ക്രെഡിറ്റ് സർക്കാർ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു പങ്കുമില്ല. SIT വീക്കായ അതിന്റെ ക്രെഡിറ്റ് സർക്കാർ എടുക്കേണ്ട കാര്യമില്ല. അതെ, ഗവൺമെന്റിന്റെ അല്ല. അപ്പൊ പിന്നെ SIT ദുർബലമായ ഞങ്ങൾക്ക് പങ്കൊന്നുമില്ലല്ലോ. അന്നേരം സർക്കാരിന് SITയുടെ കേസിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പങ്കൊന്നുമില്ലല്ലോ. അല്ല, അന്നേരം ഞങ്ങൾക്ക് പങ്കില്ലല്ലോ. SITക്ക് എന്തെങ്കിലും വീഴ്ച വന്നാൽ ഞങ്ങൾക്ക് പങ്കില്ലല്ലോ. സ്വാധീനം ചെലുത്തിയിട്ടാണ് വന്ന പങ്ക്. വീഴ്ച വരുമ്പോൾ ഞങ്ങൾക്ക് പങ്കും, നേട്ടം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് പങ്കുമില്ല. രണ്ടാമത്തെ കാര്യം അല്ല, ബാഹ്യ ഇടപെടൽ വീഴ്ച വന്നാൽ മാത്രമേ അന്നേരം ഗവൺമെന്റ് പങ്കുള്ളൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദം അതായത് വീഴ്ച വന്നാൽ മാത്രമേ ഗവൺമെന്റിന് പങ്കുള്ളൂ. നേട്ടം ഉണ്ടായാൽ ഗവൺമെന്റ് പങ്കില്ലേ? ശരി, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. ഞാനൊന്ന് കൂടി പോവുകയാണ് അവസാനമായി. ശ്രീ വസന്ത് സിറിയക്ക്, ഇനി എങ്ങനെയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കോൺഗ്രസ് എടുത്തുന്നയിക്കാൻ പോകുന്നത്? CPM-നെതിരെ, സർക്കാരിനെതിരെ ആയുധമാക്കാൻ പോകുന്നത്? എന്നോടാണല്ലോ ചോദ്യം. അതെ, അധിക സമയമില്ല, വളരെ ചെറിയ വാക്കുകൾ. പെട്ടെന്ന് പറയാം. ദിവ്യ, ഞങ്ങൾ ഇനിയും പാടും. പോറ്റിയെ കയറ്റിയത് ആരപ്പ, അത് സഹാക്കളാണ് അയ്യപ്പ. സ്വർണം കട്ടത് ആരപ്പ, അത് സഹാക്കളാണ് അയ്യപ്പ. അന്വേഷണത്തിന്റെ അവസാനത്ത് ഞാൻ ഇവർ സ്വർണം ചുരണ്ടി ചെമ്പാക്കിയില്ലേ, ആ ചെമ്പാക്കിയതുപോലെ ഈ അന്വേഷണത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്ത് കടകംപള്ളിയുടെ ഉടയ തമ്പുരാനും ഈ കേസിൽ എന്താണ് പങ്ക് എന്ന് വ്യക്തമാക്കപ്പെടും. ആ സ്വർണം ചുരണ്ടി ചെമ്പ് തെളിയുന്നത് പോലെ ആ കേസ് തെളിയപ്പെടും എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ആരൊക്കെയാണ് ഈ ചെമ്പടിച്ചു മാറ്റിയത്, ആർക്കൊക്കെ അതിൽ പങ്കുണ്ട്? ഇനി തന്ത്രിയാണോ, ഇനി മറ്റു ചില വമ്പൻ സ്രാവുകൾ ഇനിയും പിടിയിലാകാനുണ്ടോ എന്നൊക്കെ അന്വേഷണം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നന്ദി ശ്രീ പി കെ ഗോപൻ, വസന്ത് സിറിയക്, CR നീലകണ്ഠൻ, ഒപ്പം CR രാധാകൃഷ്ണൻ ചർച്ചയിൽ പങ്കെടുത്തു.